ഡിസംബർ മാസമായ ജപ്പാനിൽ എല്ലായിടത്തും ബോണൻകായ് പാർട്ടീസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കമ്പനിയുടെ ഇയർ എൻഡ് പാർട്ടിക്ക് ലെവിനെയും കൂട്ടി ഞങ്ങൾ പോയി. മിക്കവാ ബേ എന്ന് പറഞ്ഞ ഒരു നിഷിയോയിലുള്ള ഒരു ഹിൽ ടോപ്പ് റിസോർട്ടിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ പാർട്ടി. ജാപ്പനീസ് ഫുഡാണ് അവർ സെർവ് ചെയ്തത്. ലേറ്റായിട്ട് ചെന്നാറിന് എനിക്ക് റോസിന് അടുത്തടുത്തിരിക്കാനൊന്നും പറ്റിയില്ല. കുറച്ച് പാട്ടും ഗെയിംസും ഒക്കെ ആയിട്ട് നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. ഇതാ മഞ്ഞിട്ട് റോസ് ആട്ടോ. അന്ന് നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ തിരിച്ചു പോയെങ്കിലും ഞങ്ങളെല്ലാവരും അവിടെ നിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഓൺസൺ തേടി ഇറങ്ങിയതാണ്. അവിടെ ചെന്നപ്പോൾ പബ്ലിക് ഓൺസൺ മാത്രമേ ഉള്ളൂ. അത് കയറാൻ മടിയായതുകൊണ്ട് ഞങ്ങൾ ഈ മസാജ് ചെയറിലിരുന്നു. മേരീസാനെ ഞങ്ങൾ അവിടെ വെച്ച് അൺഎക്സ്പെക്റ്റഡ്ലി കണ്ടതാണ്. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിരുന്നായിരുന്നു. ഇപ്പോൾ പോയിട്ടോ, ഇപ്പം നിർത്തി. പിന്നെ ഞങ്ങൾ അവിടെ നൈറ്റ് അവിടെ ചില്ല് ചെയ്തിട്ട് കിടന്നുറങ്ങി. രാവിലെ എണീറ്റപ്പോൾ ഞങ്ങൾക്കൊരു അടിപൊളി വ്യൂ കിട്ടി. ഈ വ്യൂ കണ്ടപ്പോൾ ഇനി ഇവിടെ വരാൻ തോന്നി. ആ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങളൊരു കോഫിയൊക്കെ കുടിച്ച് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ഇടാം കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും മസാജ് ചെയറിൽ പോയിരുന്നു. എന്തോ ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് മടങ്ങി.